എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേങ്ങ നമ്മുടെ ചിരവയൊന്നും ഇല്ലാണ്ട് തന്നെ എങ്ങനെ നല്ല വൃത്തിയായിട്ട് തിരുമ്മിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, നല്ലപോലെ കണ്ടില്ലേ, നല്ലതായിട്ട് തന്നെ നമ്മുടെ ചിരവയെ തിരുകുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് തിരുമ്മിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്കറിയായിരിക്കാം, ലുലുവിലൊക്കെ ഒരു വലിയ പാക്കറ്റ് തേങ്ങ തിരികേന് ഏകദേശം ഒരു 5.5 ദിർഹം വരെയാണെന്നുള്ളത്. 5.95 അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഒരു തേങ്ങയ്ക്ക് അവിടെ 2.90 അല്ല 2.75 ഉള്ളൂ. ചില കടകളിൽ 2.5 ഉള്ളൂ, 2.5 ദിർഹമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് തേങ്ങ മുഴുവനായിട്ടുള്ള തേങ്ങ വാങ്ങിച്ചിട്ട് തിരുമ്മി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ തിരുമ്മിയ തേങ്ങ വാങ്ങുന്നതൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ തിരുമാത്ത തേങ്ങ വാങ്ങിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്യാറാണ് പതിവ്. പിന്നെ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ചിരവയുണ്ട്. അപ്പം ചിരവ ഇല്ലാത്തവർക്കായിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ നമുക്ക് തേങ്ങ പൂളായിട്ട് മാറ്റിയെടുക്കണം. കണ്ടില്ലേ, എന്നിട്ട് കണ്ടോ, ഇത് ഞാൻ പൂളാക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ബാക്ക് സൈഡ് നമുക്ക് വേണമെങ്കിൽ കളയാം. അതെല്ലാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കളയാതെ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിൻ്റെയാണ് ഈ കാണുന്നത്. ഞാൻ അതുകൊണ്ട് അതിനകത്ത് കുറച്ചൊരു ചെറിയ കറുപ്പുകളൊക്കെ കണ്ടില്ലേ, അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ കറുത്ത് ഇടയ്ക്കിടയ്ക്ക് കറുത്ത് നമ്മൾ തേങ്ങ തിരുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ആ കറുത്ത പാട്ട് സാധനം വരാറുണ്ട്. അതെല്ലാം നല്ല പാല് പോലത്തെ തേങ്ങ, അതായത് നല്ല എന്താ പറയുക, നല്ല വെളുത്ത കളറിലെ തേങ്ങ തിരുമ്മിയ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പുളിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സാധനം നമുക്ക് പിച്ചാത്തി വെച്ച് നന്നായിട്ടങ്ങ് കളഞ്ഞാൽ മതി. അങ്ങനെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. കണ്ടില്ലേ ഇത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിതുപോലെ ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പൂളാൻ വളരെ എളുപ്പം തന്നെയാണ്. പൂളുന്നതിനൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ പച്ചത്തേങ്ങ വേണമെങ്കിൽ നന്നായിട്ട്, അതായത് നമ്മൾ പൊട്ടിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ പൂളി എടുക്കത്തില്ലേ, അങ്ങനെ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് പൂളാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് നമ്മുടെ ഫ്രീസറിൽ വെച്ച തേങ്ങയാണ്, കുറച്ച് 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച തേങ്ങയാണിത്. അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പുളി എടുക്കാമെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്കത് പുളി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, തൊട്ടപ്പോൾ തന്നെ അകത്തേക്ക് പോയതുണ്ടോ പിച്ചാത്തി, കണ്ടില്ലേ. അതുകൊണ്ട് വളരെ എളുപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെക്കാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലുണ്ട്. ഒന്നുകിൽ ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പുളി എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ തേങ്ങ കൊത്തൊക്കെ എടുക്കാൻ വേണ്ടി പുളത്തില്ലേ, അതേപോലെ പുളി എടുത്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആ വായ്ക്കിലെ കറുത്തത് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കളഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ കളറിന് ചെറിയൊരു ബ്രൗൺ നിറം കൂടെ വരുന്നേ ഉള്ളൂ, നമ്മൾ സാധാരണ തേങ്ങ തിരുമുന്ന പോലത്തെ. അതെല്ലാം നിങ്ങൾക്ക് നല്ല വെളുത്ത തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ആ ബാക്കിലെ ബ്രൗൺ നിറം കൂടെ എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ തേങ്ങയും ഇതുപോലെ പുളി എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കുമല്ലോ തേങ്ങ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി. ഞാൻ വെള്ളത്തിൽ മുക്കിയെടുത്ത തേങ്ങയാണിത്. അപ്പോൾ തന്നെ നമ്മുടെ ആ കട്ടി മാറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കത്തി ഇങ്ങനെ ഇറക്കി പുളി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിലെ കറുത്ത അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം അതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തുകൊണ്ട് കൊണ്ട് കാണിക്കാം. ജസ്റ്റ് ഒന്നൊന്ന് കറക്കിയാൽ മതി, അപ്പം തന്നെ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് തിരുമ്മി കിട്ടും. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടൊന്ന് കണ്ടില്ലേ, നല്ല വെളുത്ത കളറിലുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ തേങ്ങ, കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഇതുപോലെ തന്നെ നമ്മുടെ തേങ്ങ നമുക്ക് കിട്ടും. രണ്ടാമതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നല്ല പാല് കളറിലെ കണ്ട നല്ല വെളുത്ത പൂ പോലത്തെ തേങ്ങ നമുക്ക് തിരുമ്മി കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചപ്പോൾ ഇച്ചിരി മറ്റേ ഞാൻ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞിട്ടില്ല, അതോടുള്ളതാണ് മറ്റേത്. അതുകൊണ്ടാണ് ചെറിയൊരു കറുപ്പ് അങ്ങും ഇങ്ങും ആയിട്ട് കാണുന്നത്. ഇതായപ്പോൾ കണ്ടില്ല, നല്ല പൂ പോലത്തെ നമ്മുടെ തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെളുത്ത കളറല്ലേ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തിരുമ്മി ഒന്നുകിൽ നിങ്ങൾക്കത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം എല്ലാം കൂടെ ആയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പം തന്നെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അന്നത്തേക്കുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് തേങ്ങയുടെ പൂള് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം കണ്ടില്ലേ, വളരെ എളുപ്പം തന്നെ നമുക്ക് ചിരവയില്ലെങ്കിലും വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങ തിരുമ്മി ഏകദേശം 1 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. തേങ്ങ ചിരകണമെങ്കിൽ തന്നെ നല്ലൊരു പ്രയാസമാണല്ലേ. എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങ ചിരുകുന്നത് ഇഷ്ടമേ അല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനോടുകൂടി എൻ്റെ ഈ വീഡിയോയുടെ കാര്യം ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും പുതിയ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. അപ്പം ശരി. എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ.
അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.